കേരളീയ ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +1 ക്ലാസ്സിലെ പത്ര കി ബെഞ്ച് എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി നോക്കാം. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ പോയം പഠിപ്പിച്ചതാണ്. നോക്കിയിരിക്കുക. ചന്ദ്രകാന്ത് ദേവതാലയുടെ കവിതയാണ് പാഠഭാഗം. ക്വസ്റ്റ്യൻ നോക്കിയേ. കവിതയ്ക്ക് ആസ്വാദന ടിപ്പണി, കവിതയുടെ ആസ്വാദന ടിപ്പണി, അതായത് സമ്മറി എഴുതുക. നോക്കിയേ, ആദ്യത്തെ പോയിൻ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പത്ര കി ബെഞ്ച് ചന്ദ്രകാന്ത് ദേവതാലെ കി സുന്ദർ കവിത ഹേ. പത്ര കി ബെഞ്ച് ചന്ദ്രകാന്ത് ദേവതാലയുടെ മനോഹരമായ കവിത ആണ്. ഹിന്ദിക്ക് പ്രമുഖ ആധുനിക കവിതേ. അദ്ദേഹം ഹിന്ദിയിലെ പ്രമുഖമാർജിച്ച ആധുനിക കവിയും ആയിരുന്നു. പാർക്ക് മേം പടി പത്ര കി ബെഞ്ച് പർ ഏക് യുവക് ഏക് ബച്ച ഏക് ബൂഠ ആദ്മി ബൈഠേ ഹേ. പാർക്കിൽ ഇട്ടിട്ടുള്ള പാർക്കിലുള്ള പത്ര കി ബെഞ്ച് കൽബെഞ്ചിലെ ഒരു യുവാവ്, ഒരു കുട്ടി, ഒരു ബൂഢാദ്മി വൃദ്ധനായ മനുഷ്യൻ ബൈഠേ ഹേ ഇരുന്നു. തീനോ മാനസിക സംഘർഷമേ ഹേ. 3 പേർക്കും മാനസിക സംഘർഷം ഉള്ളവർ ആയിരുന്നു. ഇസ്മേ ബൈഠ്നെ കെ ബാദ് ഉൻകാ സംഘർഷേ കം ഹോത്താ ഹേ. ഇതിലിരുന്നപ്പോൾ, അതായത് പത്ര കി ബെഞ്ചിലെ കൽബെഞ്ചിൽ ഇരുന്നപ്പോൾ അവരുടെ സംഘർഷം, മാനസികമായ സംഘർഷം കമ്മായി കുറയുകയും ചെയ്തു. പത്ര കി ബെഞ്ച് ബഹുത്ത് പുരാനി ഹേ. കൽബെഞ്ച് വളരെ പുരാനി, പഴക്കം ചെന്നത് ആണ്. ഇസ്പറെ ആൻസു ധക്കാൻ വിശ്രാം പ്രേമക്കി സ്മൃതിയാം അങ്കിത ഹേ. ഇതിൽ, അതായത് കൽബെഞ്ചിലെ ആൻസു കണ്ണുനീര്, ധക്കാൻ ക്ഷീണം, വിശ്രമം സ്നേഹത്തിൻ്റെ ഓർമ്മകൾ എന്നിവ അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കോയി ചാഹേ തോ ബെഞ്ച് കാ വിനാശ് കർ സക്താ ഹേ. ആരെങ്കിലും ആഗ്രഹിച്ചാൽ ആ ബെഞ്ചിനെ വിനാശത്തിലേക്ക് കൊണ്ടുപോകാനും കഴിയും. കവിക്ക് മൻമേം ഇസ്കെ പ്രതി ആശങ്കായി ഹേ. കവിയുടെ മനസ്സിൽ ഇതിൻ്റെ നേർക്കെ ആശങ്കകളാണ് ഉണ്ടായത്. ഈസെ പത്ര കി ബെഞ്ച് പർ പഹലെ കോൻ ആസിന് ഹുവ. ഈ പത്ര കി ബെഞ്ച് എന്ന് വെച്ചാൽ ഈ കൽബെഞ്ചിലെ പഹലെ കോൻ ആദ്യം ആരായിരുന്നു? ആസിൻ ഹുവ ഇരുന്നത്. ആ കൽബെഞ്ചിൽ ആരായിരുന്നു ആദ്യം ഇരുന്നത്? ഇസ്കെ പ്രതി കവിക്ക് മൻമേ ശങ്കായെ ഭർത്തേ. ശങ്ക, സംശയം, ഭർണ നിറയുക. ഇതിൻ്റെ നേർക്ക് കവിയുടെ മനസ്സിൽ ശങ്കകൾ, സംശയങ്ങൾ നിറയുകയും ചെയ്തു. കവിത പ്രതീകാത്മക ഹേ. കവിത പ്രതീകാത്മകമാണ്. പത്ര കി ബെഞ്ച് സാർവജനിക് സ്ഥാൻ കാ പ്രതീക് ഹേ. പത്ര കി ബെഞ്ച് കൽബെഞ്ച് സാർവജനിക്, പൊതുവായ സ്ഥലത്തിൻ്റെ പ്രതീകം ആകുന്നു. ഇസ്കോ സംരക്ഷൺ കർണ ഹമാര കർത്തവ്യ ഹേ. ഇതിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. കവിത മേ സരൽ ഭാഷ ഹേ. കവിത ലളിതമായ ഭാഷയാണ്. ആകർഷക ശബ്ദം കാ പ്രയോഗ ഹേ. ആകർഷകമായ ശബ്ദങ്ങൾ കൊണ്ട് ഉള്ള പ്രയോഗം കൂടിയാണ് കവിതയിൽ. കവിത കാ ശീർഷകെ ഉചിത ഹേ. കവിതയുടെ ശീർഷകം എന്ന് വെച്ചാൽ അതിൻ്റെ ടൈറ്റിൽ ഉചിതം കൂടി ആകുന്നു. അതാണ് അതിൻ്റെ സമ്മറി. അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കണമേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിരിക്കണം. പത്ര കി ബെഞ്ച് പർ കോൻ കോൻ ബൈഠേ ഹേ. പത്ര കി ബെഞ്ചിൽ ആരൊക്കെയാണ് ഇരുന്നത്? ആൻസർ ബച്ച, യുവക്, ബൂഢ, ആദ്മി. ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൊള്ളാം, 1 മാർക്കിന് കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ, പത്ര കി ബെഞ്ച് കിസ്കാ പ്രതീക് ഹേ. പത്ര കി ബെഞ്ച് എന്തിൻ്റെ പ്രതീകമാണ്? ആൻസർ കട്ടി സാർവജനിക് ജഗഹ് കാ പ്രതീക് ഹേ. കട്ട് എന്ന് വെച്ചാൽ കുറയുക, കുറയുന്ന, സാർവജനിക പൊതുവായ ജഗഹ് സ്ഥലത്തിൻ്റെ പ്രതീകം ആണ്. കുറഞ്ഞു വരുന്ന പൊതുസ്ഥലങ്ങളുടെ പ്രതീകമാണ് കൽബെഞ്ച്. അടുത്ത, പത്ര കി ബെഞ്ച് പർ ക്യാ ക്യാ അങ്കിത് ഹേ. പത്ര കി ബെഞ്ചിൽ എന്തൊക്കെയാണ് അങ്കിത് ഹേ രേഖപ്പെടുത്തുകയും ചെയ്തത്? ആൻസർ നോക്കിയ ആൻസു, ധക്കാൻ, വിശ്രാം, ആർ പ്രേമക്കി സ്മൃതിയാം. അർത്ഥറിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കവിനെ പത്ര കി ബെഞ്ച് പർ സഹാര ലിയാ ക്യോം. കവി പത്ര കി ബെഞ്ചിനെ സഹാര ആശ്രയമായിട്ടെടുത്തു. ക്യോം, എന്തുകൊണ്ട്? ആൻസർ നോക്കുക. പത്ര കി ബെഞ്ച് കിസിക്ക് നിജ ചീസ് നഹി ഹേ. കൽബെഞ്ച് കിസിക്ക്, ആരുടെയും, നിജ എന്ന് വെച്ചാൽ സ്വന്തമായ, ചീസ് വസ്തു അല്ല, ഒരാൾക്കും സ്വന്തമായിട്ടുള്ള വസ്തുവല്ല. ഏതാ? കൽബെഞ്ച്. കോയി ഉസ് പർ ബൈഠാ സക്താ ഹേ. ആർക്കും അതിലിരിക്കാൻ കഴിയും. എന്നുവെച്ചാൽ ഏത് വ്യക്തിക്കും അതിലിരിക്കാൻ കഴിയും. ഒരാൾക്കും സ്വന്തമായിട്ടുള്ളത് അല്ല. അത് പൊതുവായിട്ടുള്ള സ്വത്താണ്, ഒരാളുടെ സ്വന്തമല്ല. ബച്ച, യുവകെ, ബൂഢ तीनों अपने दुख के समय ആരാം കർണ കെ ലിയെ പാർക്കുമേ ആത്താ ഹേ. ആരൊക്കെയാണ്? കുട്ടിയും യുവാവും വൃദ്ധനായ മനുഷ്യനും. അവർ 3 പേരും ദുഃഖത്തിൻ്റെ സമയത്ത് ആരാം കർണ കെ ലിയെ വിശ്രമിക്കാൻ വേണ്ടിയാണ് പാർക്കിലേക്ക് വന്നത്.
ഇതിനകത്ത് നിന്ന് ഇത്രയും ക്വസ്റ്റിനകത്ത് ഏതെങ്കിലും ചോദിക്കാൻ പരീക്ഷയ്ക്ക് കേട്ടോ. പിന്നെ ഓദറിൻ്റെ പേരും കൂടെ. അത്രയാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസേ. ഓദറിനെ അറിയാലോ, ചന്ദ്രകാന്ത് ദേവതാലെ. വൺ വേണ്ടി ചോദിക്കാൻ കൊള്ളാം കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലെ ദുഃഖം എന്ന പാഠഭാഗം നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ശരി.